സ്മൃതി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPIഎമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിനകത്ത് അവരുടെ കൺവെൻഷൻ പൂർത്തിയാക്കുന്നതിൻ്റെ കാര്യത്തിൽ, സംഘടനാ തലത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെയും നേരത്തെയും മുന്നിൽ നിൽക്കാറുള്ളത്. അതിലേതെങ്കിലും തരത്തിൽ പുതുമയുള്ളതായി തോന്നുന്നില്ല. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമെന്നും ഇന്ന് 3 മണിക്ക് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും എന്നും നമുക്ക് അറിയാവുന്നതായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ CPMന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 4 CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മുഴുവനായി. ഇന്ന് നമുക്ക് കേരളം മുഴുവൻ CPMൻ്റെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ കാണാമായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക. ഒരുപക്ഷെ താരതമ്യേന KJ ഷൈൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ അപരിചിതരാണ്. അവരെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. ശരിയാണ്, ശക്തമായ ഒരു മത്സരമാണ് CPM നേരിടുന്നത്, LDF ഇത്തവണ നേരിടുന്നത്. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ 7.5 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു തെരഞ്ഞെടുപ്പിൽ 7 സീറ്റെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയാൽ മാത്രമാണ് ഒരു ദേശീയ പദവി നിലനിർത്താനാവുക. 2019-2024 കാലഘട്ടത്തിലെ മോശം പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIയുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടതാണ്. വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ വെല്ലുവിളിയെ നേരിടാനാണ് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ CPM അണിനിരത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മൃതി. Meet the editors.